ആഷിക്ക് കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ഒഞ്ചിയത്ത് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് അനാചാരങ്ങൾക്കെതിരെ ഉയർന്ന ഒരു ശബ്ദം ഉണ്ടായിരുന്നു. TP ചന്ദ്രശേഖരൻ അദ്ദേഹം റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനീതികൾക്കും അധർമ്മത്തിനുമെതിരെ പോരാടാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. പക്ഷേ ഒരു രാത്രിയിൽ 51 വെട്ടുകളേറ്റ് അദ്ദേഹത്തിന് ഈ മണ്ണിൽ തന്നെ ജീവൻ പൊടിയേണ്ടി വന്നു. ഒഞ്ചിയത്തിൻ്റെ മണ്ണിൽ തന്നെ ജീവൻ വെടിയേണ്ടി വന്നു. ആ 51 വെട്ടുകൾ ശരിക്കും ഏറ്റത് TPയുടെ ശരീരത്തിലായിരുന്നില്ല. ആ വെട്ടുകൾ ഏറ്റത് മുഴുവൻ തന്നെ കേരള മനസാക്ഷിയുടെ, കേരള സമൂഹത്തിൻ്റെ ഹൃദയത്തിലേക്കായിരുന്നു. 51 വെട്ടുകൾ, ചർച്ചയാകപ്പെട്ട 51 വെട്ടുകൾ. പക്ഷേ ഭർത്താവിൻ്റെ മരണത്തോടെ തളർന്നു പോവുകയല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ KK രമ ചെയ്തത്. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അമരത്തേക്ക് KK രമ വരികയും ഇന്ന് ഒഞ്ചിയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്യുന്നത് KK രമ തന്നെയാണ്. തൻ്റെ ഭർത്താവിനെ വെട്ടിമുറിച്ചവർക്കെതിരെ ഒരു പടവാളായി കത്തിയെരിയുന്ന ഒരു സ്ത്രീത്വമായി KK രമ മാറിയപ്പോൾ ഇന്നും TPയോടുള്ള പക അല്ലെങ്കിൽ RMP പാർട്ടിയോടുള്ള പക കമ്മ്യൂണിസ്റ്റുകൾക്ക് അവസാനിച്ചിട്ടില്ല. ഇന്നത്തെ അതിൻ്റെ ഇരയാണ് R റിജു. അതായത് RMP പാർട്ടിയുടെ ഒരു നേതാവാണ്. KK രമയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിനെതിരെ ശക്തമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. എന്താണ് ആഷിഖ് ഇതിൻ്റെ സത്യാവസ്ഥ? അതായത് കണ്ണൂരിന് ബോംബ് ഫേമസ് ആണ്. അതുപോലെ ഒരുപാട് CPM പ്രവർത്തകർ ഇതുപോലെ വെട്ടും കുത്തും ബോംബേറുമായിട്ട് CPM മാത്രമല്ല കേട്ടോ, BJPക്കാരും ഉണ്ട്. ഒരു കണ്ണൂരിലെ ഒരു ബോംബ രാഷ്ട്രീയം കണ്ണൂരെ ഫേമസ് ആണല്ലോ, കളിയാക്കി പറയാറുണ്ട് ബോംബ്. അതെ. ഇപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാൽ റിജു എന്ന ഒരു RMP പ്രവർത്തകൻ വിഷുവിനിടെ പടക്കം പൊട്ടിക്കുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ കൈക്ക് പൊള്ളലേക്കുന്നു. ഈ പൊള്ളലിനെയാണ് RMP പ്രവർത്തകൻ ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൈ പൊട്ടിത്തെറിച്ച് അറ്റുപോയി എന്നുള്ള വാർത്തയായി സൈബർ ഹാൻഡിൽ പ്രചരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സത്യാവസ്ഥയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഇതുപോലെ അതായത് അപകടമൊന്നും പറ്റിയിട്ടില്ല, കുടുംബവും മൊത്തം വിഷു ആഘോഷിക്കുന്നതിനിടക്ക് പടക്കം പൊട്ടിക്കുന്നതിനിടെ ചെറിയൊരു പൊള്ളലേറ്റു എന്നത് മാത്രമാണ്. അത് ഇത്ര വലിയ ആനക്കാര്യമായി CPM വീർപ്പിച്ച് ഒരു ബലൂൺ പോലെ ആക്കുകയാണെന്ന്. ആഷിക, ഞാൻ ചോദിക്കുന്നതല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പകപോക്കലല്ലേ? കാരണം തൻ്റെ ശത്രുക്കളെ തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കൂടി എന്താ പറയുന്നത്, വളരെ മോശപ്പെട്ട രീതിയിൽ വ്യക്തിഗത ചെയ്യുന്നു. അതായത് ഈ റിജുവിൻ്റെ കൈക്കുണ്ടായിരിക്കുന്ന പൊള്ളൽ അദ്ദേഹം കുടുംബവും മൊത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ ആ പടക്കം പൊട്ടിയുണ്ടായ പൊള്ളലാണ്. അതിനെ ബോംബ് പൊട്ടി കൈപോയി എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇതിന് ഇവർക്ക് ആധികാരികമായ തെളിവുകളില്ല. പക്ഷേ കുടുംബപരമായി, വ്യക്തിപരമായി ഒരു വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സൈബർ ഇടങ്ങൾ എതിരാളികളെ താറടിക്കുവാനും അവരെ നശിപ്പിക്കുവാനും, അതായത് തങ്ങളുടെ മെസ്സേജുകളിലൂടെ, തങ്ങളുടെ പോസ്റ്റുകളിലൂടെ നശിപ്പിക്കുവാൻ വേണ്ടി മാത്രം കൊണ്ടു നടക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണോ എന്ന് സംശയിക്കുന്നു. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമല്ലല്ലോ. പല സാഹചര്യങ്ങൾ പല കാലങ്ങളിലായി തുറന്നു പോരുന്ന ഒരു ആചാരമാണ്. ഫേസ്ബുക്കിൽ ഇല്ലാത്ത സമയത്ത് നേരിട്ട് അല്ലെങ്കിൽ 10 പേരിലൂടെ നടത്തിയിരുന്ന കാര്യം സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഒരു പോസ്റ്റിലൂടെ 100 പേരിലേക്ക് എത്തിക്കുന്നു. അത് മാത്രമേ ഒരു ടെക്നോളജി മാറിയെന്നേ ഉള്ളൂ. അല്ലാതെ ആ ഒരു സ്വഭാവത്തിന് ഒന്നും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എതിരാളിയെ എന്ത് വില കൊടുത്തും, അത് വടിവാളിലൂടെ ആയാലും ഇനി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്, ഇനി അധികാരത്തിലൂടെയാണേലും തുടച്ചു നീക്കാൻ കിട്ടുന്ന ഒരവസരം CPM എന്നുള്ള പാർട്ടി ഒഴിവാക്കില്ല, മാറ്റി നിർത്തില്ല. അത് അവരെ ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പം സ്ഥാനാർത്ഥി പത്രിക കൊടുത്തതിന് ശേഷം KK രമ TPയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പവൃഷ്ടി ചെയ്തു. അതിന് വന്നത് വീണ്ടും ഇറങ്ങി സഹതാപ കാർഡുമായി വിധവ ഇറങ്ങി എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റുകൾ ഒരു സോഷ്യൽ മീഡിയ ഈ ഒരു ഇടത് ഹാൻഡിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് TPയെ ഭയമായതുകൊണ്ടായിരിക്കും. പാർട്ടിക്ക് ഭയമാണ്. അതെ, മരണപ്പെട്ടു പോയ TPയെ ആണ് ഈ KK രമയിൽ കാണുന്നത്. ആ ഭയമാണ്, ഭയം കൊണ്ട് വിരള് പിടിച്ച CPM ഹാൻഡിലുകളാണ്, അല്ലെ CPM പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ ഈ റിജുവിനെതിരെ അപവാദ പ്രചാരണം ഇറക്കിയതും ഈ KK രമയെ അവഹേളിക്കുന്നതും. അത് മാത്രമല്ല, അത് തീർന്നില്ല. സോഷ്യൽ മീഡിയയിൽ അവഹേളിച്ചത് പോരാനിട്ട് ഈ ചുവരെഴുത്ത്, KK രമയുടെ ചുവരെഴുത്ത്, ആ ചുവരെഴുത്ത് കരുവോയിൽ ഒഴിച്ച് വികൃതമാക്കി. ഒരു തവണയല്ല, 2 തവണയല്ല, പലതവണ അത് ചെയ്തു. ഇതെല്ലാത്തിനും കാരണം വിരളി പോണ്ട CPM പ്രവർത്തകരുടെ ചില കാട്ടിക്കൂട്ടലുകൾ, അത്രേ ഉള്ളൂ ഇത്.
ഇപ്പൊ പറയുന്നത് കെ രമയിലൂടെ കമ്മ്യൂണിസ്റ്റ് ഒഞ്ചിയത്തെ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ കണ്ണൂരിന്റെ മണ്ണിലെ കമ്മ്യൂണിസ്റ്റുകാർ, ഒഞ്ചിയം കോഴിക്കോടാണ്, കോഴിക്കോടിന്റെ മണ്ണിലെ കമ്മ്യൂണിസ്റ്റുകാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടി.പി. ചന്ദ്രശേഖരനെ തന്നെയാണ് കെ രമയിലൂടെ കാണുന്നത് എന്നാണ് ആഷിക്ക് പറഞ്ഞു വയ്ക്കുന്നത്. ആഷിക്ക് ഞാനൊരു സംശയം ചോദിക്കുന്ന ഇതാണ്, ഇത്തരം കാര്യങ്ങൾ ഇവർ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ ടി.പി. ചന്ദ്രശേഖരനെ കൊന്ന കൊലയാളികൾ, അങ്ങനെ തന്നെ പറയാം, ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന കൊലയാളികൾ ഇന്ന് ജയിൽ സുഖജീവിതം നയിക്കുകയാണ്. അവർക്കിടയ്ക്കിടയ്ക്ക് അവരുടെ കുടുംബത്തിലെ ചടങ്ങുകൾക്ക് പോകുവാനും വിവാഹങ്ങൾക്ക് പോകുവാനും ജാമ്യം കിട്ടുന്നതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളം മുഴുവൻ നടുങ്ങി വിറച്ച ഒരു കൊലപാതകമായിരുന്നു ടി.പി. ചന്ദ്രശേഖര വധക്കേസ്. നമുക്കിപ്പോഴും അറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടിക്കെതിരെ ആളുകൾ ചേരി തിരിഞ്ഞ് പാർട്ടിയെ ആക്രമിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ടി.പി. വധക്കേസിന് ശേഷം. അന്ന് സധൈര്യം അവിടേക്ക് കയറി ചെന്നത് അച്യുതാനന്ദനായിരുന്നു. അച്യുതാനന്ദൻ്റെ PA അന്ന് പറഞ്ഞിരുന്നു, സാർ അങ്ങോട്ടേക്ക് പോകരുത്, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്, കാരണം കമ്മ്യൂണിസ്റ്റുകാരെ ആർമി പ്രവർത്തകർ വേണമെങ്കിൽ കൊന്നുകളയും എന്നുള്ള ഒരു വെറിയോടുകൂടി നിൽക്കുമ്പോൾ സധൈര്യം അവിടേക്ക് കടന്നു ചെന്നത് സഖാവ് VS അച്യുതാനന്ദനാണ്. കെ രമയെ കണ്ടു, ഐക്യദാർഷ്ട്യം പ്രഖ്യാപിച്ചു. അതിനുശേഷം ധൈര്യമായിരിക്കാൻ പറഞ്ഞു അദ്ദേഹം മടങ്ങി വരുന്നു. അന്ന് അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധനെന്നും എന്താ പറയുന്നത് പാർട്ടിക്ക് എതിരായി നീങ്ങുന്നവനെന്നും വരെ മുദ്രകുത്തി ഈ ഒരു സംഭവത്തിനെ പുറത്ത്. പക്ഷെ അതൊന്നും അദ്ദേഹം വകവെച്ചില്ല. അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, മരണം വരേക്കും ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിസം എന്തുകൊണ്ടാണ് മരണപ്പെട്ടു പോയ ആത്മാക്കളെ പോലും ഭയക്കുന്നത്? 2012 മെയ് 4 ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. തുടർന്നുള്ള അന്വേഷണങ്ങളിൽ പ്രതികളെ പിടിക്കുന്നു, കേസ് കോടതിയിലെത്തുന്നു, വാദം തുടങ്ങുന്നു. അതിനുശേഷം ശിക്ഷ വിധിക്കുന്നു. 20 വർഷത്തേക്ക് ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകരുത് എന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ആ ഉത്തരവ് ലംഘിച്ചതിന് ശേഷം പല കാരണങ്ങൾ, ഇപ്പൊ ഈ കുട്ടിയുടെ ചോറൂണ്, ജന്മദിനം, അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുന്ന ആ ഒരു പരിഗണന, ഇതെല്ലാം വെച്ച് പ്രതികൾക്ക് പരോൾ അനുവദിച്ചിട്ടുണ്ട്. അനധികൃത പരോളുകളാണത്. അതിനിടയ്ക്ക് വിടുതൽ നൽകിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജയിൽ വകുപ്പ് അധികൃതർക്കും മേധാവിക്കും കത്തയച്ചു സർക്കാർ. 15 വർഷം പോലും ആയിട്ടില്ല ടി.പിയുടെ ആ ഒരു കൊലപാതകം കഴിഞ്ഞിട്ട്. പക്ഷെ അതിനുള്ളിൽ തന്നെ ഒരു 5 or 6 അല്ലെങ്കിൽ അതിൽ കൂടുതലോ തവണ ഈ പ്രതികൾ പുറത്തിറങ്ങുകയും കയറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഗൾഫിൽ പോയി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു ഇതുണ്ടല്ലോ, 2 വർഷം കൂടുമ്പോൾ പുറത്തേക്ക് വരിക എന്നുള്ളത്. 2 വർഷം കൂടുമ്പോൾ അവധി. അതെ, അതുപോലെയാണ് ഇപ്പൊ ഇവർക്ക് ഈ പരോൾ അനുവദിക്കുന്നതിന്റെ ഒരു പദ്ധതി ഇപ്പോൾ ഈ ഒരു 2021 മുതൽ എൻ്റെ ഒരു നിരീക്ഷണം വെച്ച് എനിക്ക് മനസ്സിലായതാണ്. എന്താണെങ്കിലും ആഷിഖ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നാശത്തിൽ നിന്നും നാശത്തിലേക്ക് പോയി അവസാനം അടിത്തറയോളം തകർന്നു കഴിഞ്ഞു. ഇപ്പോൾ പോകുന്നത് തെറ്റിൽ നിന്നും തെറ്റിലേക്കാണ്. എല്ലാം തിരുത്തപ്പെടാവുന്ന തെറ്റുകൾ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മരണത്തിന് ശേഷവും അവർ ടി.പിയെ വേട്ടയാടുന്നു, കെ രമയെ വേട്ടയാടുന്നു. എന്തിന്? ആ പാർട്ടിയിലെ ഓരോ പ്രവർത്തകരെയും വേട്ടയാടുന്നു. ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തി മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകൾ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാന്യമായൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോകട്ടെ എന്ന് പ്രത്യാശിക്കാം. നമുക്ക് പ്രത്യാശിക്കാനേ സാധിക്കുകയുള്ളൂ. എങ്കിലും അത് മാത്രമല്ല, മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് മറ്റൊരു മെയ് 4 എന്ന് വെച്ചാൽ ടി.പി. ചന്ദ്രശേഖരന്റെ ചോര വീണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ദിനത്തിലാണ്, അതേ ദിവസത്തിൽ തന്നെ ആ ഒരു ദിവസം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് ഈ CPM പാർട്ടിക്ക് കൂപ്പുകുത്തലുണ്ടായാൽ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയപ്പെടാവുന്ന ഒരു ദിവസമായിരിക്കും മെയ് 4.